ഹീറോയിൻ അവളുടെ സൈക്കോ ഹസ്ബൻഡിനെ കൊന്നതുകൊണ്ട് തന്നെ ജയിലിലാവാണ്. ഹീറോയിൻ ജയിലിലാവുന്ന സമയത്ത് ഹീറോയിൻ പ്രഗ്നന്റ് ആണ്. കൊറിയയിൽ ഒരു നിയമമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു പ്രഗ്നന്റ് വുമൺ ആരെങ്കിലും കൊന്നിട്ടാണ് ജയിലിൽ പോകുന്നതെങ്കിൽ ആ കുട്ടി ഉണ്ടാകേണ്ടതും 1.5 വയസ്സ് വരെ വളരേണ്ടതും ജയിലിൽ തന്നെയാണ്. നീ ജനിച്ചത് ജയിലിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികളൊക്കെയുള്ള സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടീന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കും. അതിനായിട്ട് ഒരു വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി കുട്ടിക്ക് പുതിയ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുകയാണ്. കുട്ടിയായിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് കിട്ടാനായിട്ട് നമ്മുടെ ഹീറോയിൻ ആ കുട്ടീന്റെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കും. ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ കൂടി അവന്റെ അമ്മേന്റെ കൂടി സന്തോഷത്തോടെയാണ് ജീവിച്ചു വരുന്നത്. എന്നാൽ ഇപ്പൊ ഈ കുട്ടിക്ക് 1.5 വയസ്സായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അവന്റെ അമ്മേന്റെ അടുത്തുനിന്ന് മാറ്റി ഓർഫനേജിലേക്ക് കൊടുക്കുകയാണ്. ഈ കുട്ടീനെ ഒരു കപ്പിൾസ് വന്നിട്ട് ദത്തെടുക്കുകയാണ്. അങ്ങനെ 4 വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ ആ കുഞ്ഞിനെ കാണും. പക്ഷെ ആ കുട്ടിക്ക് അവന്റെ അമ്മ അന്ന് മനസ്സിലാവുന്നില്ല. ഈ കുട്ടി നല്ലൊരു വീട്ടിൽ സേഫ് ആയിട്ട് വളരുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ കുഞ്ഞിനെ അവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഹീറോയിൻ ഇങ്ങനെ ചെയ്തതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഹീറോയിനെ തൂക്കി കൊല്ലാനായിട്ട് പോവാണ്. ഈ ഒരു സ്റ്റോറി കൊറിയയിൽ റിയൽ ആയിട്ട് നടന്ന ഒരു കഥയാണ്. ഈ അമ്മ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അമ്മയെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കും.